ഹായ് ഫ്രണ്ട്സ്, പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്ത് വീഡിയോ എന്ന് വെച്ചാൽ എല്ലാവരും കാത്തിരുന്ന 2024 റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്, അതായത് RPF റിക്രൂട്ട്മെൻറ്റ് നിലവിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് കൂടുതൽ ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളാരും വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ RPF ഒരു ജോലി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ അവസരം ഉപയോഗപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും RPF ഒരു ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്തെടുക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ വരുന്ന ബെല്ലൈക്കണിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം, വാട്സാപ്പ്, യൂട്യൂബിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കുന്നതാണ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിലേക്കുള്ള സബ് ഇൻസ്പെക്ടർ അതുപോലെ തന്നെ കോൺസ്റ്റബിൾ പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ് വന്നിരിക്കുന്നത്. ഇതിലേക്ക് മെയിൽസിനും അതുപോലെ തന്നെ ഫീമെയിൽസിനും ഒരുപോലെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപേക്ഷിക്കുന്ന ഡേറ്റുകൾ നോക്കുകയാണെങ്കിൽ 15/4/2024 മുതൽ 14/5/2024 വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ഡേറ്റ് പാടിന് അപേക്ഷിക്കുക. ഇനി നമുക്ക് റിക്രൂട്ട്മെൻറ്റ് മറ്റ് ഡീറ്റെയിൽസ് നോക്കാം. ആദ്യം ഈ ഒരു പോസ്റ്റിലേക്ക് ലഭിക്കാവുന്ന സാലറി നോക്കുകയാണെങ്കിൽ സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് ലെവൽ 6 ആണ്. അതായത് 35,400 രൂപ മുതൽ 1,12,400 രൂപ വരെയാണ് സാലറി ലഭിക്കുക. ഇനി അടുത്ത കോൺസ്റ്റബിൾ പോസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ലെവൽ 3 ആണ്. അതായത് 21,700 രൂപ മുതൽ 69,100 രൂപ വരെയാണ് സാലറി ലഭിക്കുക. ഇനി അടുത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസി നോക്കുകയാണെങ്കിൽ സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് 452 വേക്കൻസിയാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത കോൺസ്റ്റബിൾ പോസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ 4,208 വേക്കൻസിയാണ് ആകെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ടോട്ടൽ വേക്കൻസി നോക്കുകയാണെങ്കിൽ 4,660 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് 20 വയസ്സിനും 28 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. കോൺസ്റ്റബിൾ പോസ്റ്റിലേക്ക് 18 വയസ്സിനും 28 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. 1/7/2024 ഈ ഒരു ഡേറ്റ് അടിസ്ഥാനമാക്കിയിട്ടാണ് ഏജ് ലിമിറ്റ് കണക്കാക്കപ്പെടുക. അതുപോലെ തന്നെ OBC കാൻഡിഡേറ്റ്സിന് 3 വർഷവും SC ST കാൻഡിഡേറ്റ്സിന് 5 വർഷം വരെയും ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. ഇനി അടുത്ത് അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് നിർബന്ധമായിട്ടും ഡിഗ്രി ഉണ്ടായിരിക്കേണ്ടതാണ്. കൃത്യമായിട്ടുള്ള സബ്ജക്റ്റോ അല്ലെങ്കിൽ പെർസെൻറ്റേജോ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഏതൊരു വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. കോൺസ്റ്റബിൾ പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 10ാം ക്ലാസ് പാസ്സായിട്ടുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ തത്തുല്യമുള്ളവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് സെലക്ഷൻ പ്രൊസീജിയർ എങ്ങനെ നോക്കുകയാണെങ്കിൽ ആദ്യം എക്സാമിനേഷനാണ്, അതിനുശേഷം ഫിസിക്കൽ ടെസ്റ്റ്, അതുപോലെ തന്നെ മെഡിക്കൽ ടെസ്റ്റ്. ഇങ്ങനെയാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് സെലക്ഷൻ പ്രൊസീജിയർ. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാനുള്ള ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് നോക്കുകയാണെങ്കിൽ മെയിൽസിന് ഹൈറ്റ് 165 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കേണ്ടതാണ്. SC ST കാൻഡിഡേറ്റ്സിന് ഹൈറ്റിൽ റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. SC ST കാൻഡിഡേറ്റ്സിന് ഹൈറ്റ് 160 സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്നാൽ മതി. ഇനി അടുത്ത ചെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാതെ 80 സെൻറ്റിമീറ്ററും എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 85 സെൻറ്റിമീറ്ററും ഉണ്ടായിരിക്കേണ്ടതാണ്. SC ST കാൻഡിഡേറ്റ്സിന് ചെസ്റ്റിലും റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. എക്സ്പാൻഡ് ചെയ്യാതെ 76.2 സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്നാൽ മതി. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 81.2 സെൻറ്റിമീറ്ററും ഉണ്ടായിരിക്കേണ്ടതാണ്. ഇനി അടുത്ത ഫീമെയിൽസിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഹൈറ്റ് 157 സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്നാൽ മതി. SC ST കാൻഡിഡേറ്റ്സ് ആയിട്ടുള്ള ഫീമെയിൽസിനും റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ഹൈറ്റ് 152 സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്നാൽ മതി. ചെസ്റ്റിൻ്റെ കാര്യം ഫീമെയിൽസിന് പരിഗണിക്കുന്നതല്ല. ഇനി അടുത്ത ഫിസിക്കൽ ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ആദ്യം സബ് ഇൻസ്പെക്ടർ മെയിൽസിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. മെയിനായിട്ട് 3 കാര്യങ്ങളാണ് വരുന്നത്. ഒന്നാമതായിട്ട് വരുന്നത് 1600 മീറ്റർ റണ്ണിങ് ആണ്. 6 മിനിറ്റിനും 30 സെക്കൻഡിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. അടുത്ത രണ്ടാമതായിട്ട് വരുന്നത് ലോങ് ജമ്പ് ആണ്. 12 ഫീറ്റ് ലോങ് ജമ്പ് ചാടിക്കടക്കേണ്ടതുണ്ട്. അടുത്ത മൂന്നാമതായിട്ട് വരുന്നത് ഹൈ ജമ്പ് ആണ്. 3 ഫീറ്റും 9 ഇഞ്ചും ചാടിക്കടക്കേണ്ടതുണ്ട്. ഇനി അടുത്ത ഫീമെയിൽസിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ സബ് ഇൻസ്പെക്ടർ തന്നെ 800 മീറ്റർ റണ്ണിങ് ആണ്. 4 മിനിറ്റിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. അടുത്ത രണ്ടാമതായിട്ട് വരുന്നത് ലോങ് ജമ്പ് ആണ്. 9 ഫീറ്റ് ലോങ് ജമ്പ് ചാടിക്കിടക്കേണ്ടതുണ്ട്. അടുത്ത മൂന്നാമതായിട്ട് വരുന്നത് ഹൈ ജമ്പ് ആണ്. 3 ഫീറ്റ് ഹൈ ജമ്പ് ചാടിക്കിടക്കേണ്ടതുണ്ട്. ഇനി അടുത്ത കോൺസ്റ്റബിൾ മെയിൽസിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ആകെ 3 കാര്യങ്ങളാണ്. 1600 മീറ്റർ റണ്ണിങ് 5 മിനിറ്റിനും 45 സെക്കൻഡിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. അടുത്ത രണ്ടാമതായിട്ട് വരുന്നത് ലോങ് ജമ്പ് ആണ്. 14 ഫീറ്റ് ലോങ് ജമ്പ് ചാടിക്കിടക്കേണ്ടതുണ്ട്. അടുത്ത മൂന്നാമതായിട്ട് വരുന്നത് ഹൈ ജമ്പ് ആണ്. 4 ഫീറ്റ് ഹൈ ജമ്പ് ചാടിക്കിടക്കേണ്ടതുണ്ട്. ഇനി അടുത്ത കോൺസ്റ്റബിൾ ഫീമെയിൽസിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഒന്നാമതായിട്ട് വരുന്നത് 800 മീറ്റർ റണ്ണിങ് ആണ്. 3 മിനിറ്റിനും 40 സെക്കൻഡിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. അടുത്ത രണ്ടാമതായിട്ട് വരുന്നത് ലോങ് ജമ്പ് ആണ്. 9 ഫീറ്റ് ലോങ് ജമ്പ് ചാടിക്കിടക്കേണ്ടതാണ്. അടുത്ത മൂന്നാമതായിട്ട് വരുന്നത് ഹൈ ജമ്പ് ആണ്. 3 ഫീറ്റ് ഹൈ ജമ്പ് ചാടിക്കിടക്കേണ്ടതാണ്. ഇങ്ങനെയാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് ഫിസിക്കൽ ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ്.
ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കേണ്ട രീതി ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഓൺലൈൻ വഴി വിവിധ RRBയുടെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപേക്ഷിക്കാനുള്ള അവസാന തീയതി നോക്കുകയാണെങ്കിൽ 14/5/2024 വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ഡേറ്റ് പാർട്ടിന് അപേക്ഷിക്കുക. അതുപോലെ തന്നെ അപേക്ഷിക്കുമ്പോൾ ആപ്ലിക്കേഷൻ ഫീസും ഉണ്ടായിരിക്കുന്നതാണ്. 500 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. നിങ്ങൾക്ക് ഓൺലൈൻ വഴിയാണ് അടയ്ക്കാൻ സാധിക്കുന്നതാണ്. അതിൽ 400 രൂപ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീഫണ്ടായിട്ട് ലഭിക്കുന്നതാണ്. SC ST കാൻഡിഡേറ്റ്സ് അതുപോലെ തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 250 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. 250 രൂപ ആപ്ലിക്കേഷൻ ഫീസ് ഉള്ളവർക്ക് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മുഴുവൻ ഫീസും റീഫണ്ടായിട്ട് ലഭിക്കുന്നതാണ്. പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു ആർട്ടിക്കിൾ ചെക്ക് ചെയ്യുക. ഈ ഒരു ആർട്ടിക്കിളിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.